macOS Sonoma ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ macOS Sonomയുടെ ഒരു 1 month യൂസർ റിവ്യൂവും അതുപോലെ തന്നെ ഈ Sonomയുടെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം മാക് യൂസേഴ്സും നമ്മുടെ ചാനലിൻ്റെ ഒരു പാർട്ടാണ്. അപ്പം അവരെ നമ്മൾ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ പുതിയ ഫീച്ചേഴ്സ് അവർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരു ടെക് ചാനലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം. മെയിനായിട്ട് നമ്മളുടെ ഈ ചാനലിൽ വിൻഡോസ്, macOS, iOS പിന്നെ ആൻഡ്രോയിഡ് ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാം കാണാം. അപ്പോൾ macOS Sonoma എന്ന് പറയുന്നത് macOSന്റെ 14.0 അപ്ഡേറ്റ് ആണ്. ഈ ഒരു OSൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു macOS Ventura അത്രയും യൂസർ ഇന്റർഫേസിന് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. മെയിനായിട്ട് കുറച്ച് ആഡ് ഓൺ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും അതുപോലെ തന്നെ കുറച്ച് ഫീച്ചേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ശരിക്കും macOS Ventura അതായത് macOS 13 ഇറങ്ങിയപ്പോൾ നല്ലൊരു ചേഞ്ച് ആയിരുന്നു. അതിന് മുമ്പുള്ള ആ ഒരു യൂസർ ഇന്റർഫേസിൽ നിന്ന് കുറേയധികം മാറ്റങ്ങളും പിന്നെ കുറേയധികം പുതിയ ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ടാണ് macOS 13 ഇറങ്ങിയത്. ഇപ്പോൾ ഈ 14ലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഇല്ല. ജസ്റ്റ് മെയിനായിട്ട് കുറച്ച് വിഡ്ജറ്റ്സ് എന്ന് പറയുന്ന സംഭവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക പ്രെഡിറ്റി ടെസ്റ്റ് പിന്നെ മറ്റേ ഫേസ് ടൈമിൽ അങ്ങനത്തെ എഫക്റ്റ് ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഈ രീതിയിലുള്ള എഫക്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു macOS 14 നമുക്ക് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളൊരു മാക്ബുക്ക് മേടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ macOS പാടാണ് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ എന്താ പറയുക അത്യാവശ്യം മെനക്കേടാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ macOSന്റെ ബേസിക്സ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എടുക്കണോ വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സിലേക്ക് വരാം. ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ വിഡ്ജറ്റ്സ് ഓൾറെഡി macOS 13 എന്ന് പറഞ്ഞ ആ ഒരു അപ്ഡേറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പക്ഷേ നമുക്ക് ഈ ഒരു ഡെസ്ക്ടോപ്പിൽ അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായില്ല. പക്ഷേ macOS 14 നമുക്ക് അതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ആ ഒരു ക്ലോക്കും ഡേറ്റ് ഒക്കെ കാണിക്കുന്ന ആ ഒരു അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വിഡ്ജറ്റ്സിനെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് താഴെ എഡിറ്റ് വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വിഡ്ജറ്റ്സിൻ്റെ പാനൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാ വിഡ്ജറ്റ്സും കാണാം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ബേസിലായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങൾ ഐഫോണിൽ യൂസ് ചെയ്യുന്ന വിഡ്ജറ്റ്സ് ഒക്കെ ഈ ഒരു macOSൽ നമുക്ക് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതെ പോലും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാഗ്രാം എന്ന് കാണാം. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ macOSൽ നമുക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു വിഡ്ജറ്റ്സ് നമ്മുടെ ഐഫോണിൽ നിന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നമ്മുടെ ആ ഒരു ഡെസ്ക്ടോപ്പിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഡ്രാഗ് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ ഇട്ടാൽ മതി. ഓക്കെ, പിന്നെ വിഡ്ജറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് തന്നെ സെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഔട്ട്ലൈൻ ഒക്കെ വരും. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെക്കാം, അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് നൈസായിട്ട് വെക്കാം. ഇപ്പം നമുക്ക് 2-3 വിഡ്ജറ്റ്സും കൂടി ജസ്റ്റ് ആഡ് ചെയ്യാം. അതിന് എഡിറ്റ് വിഡ്ജറ്റ്സ് കൊടുക്കുന്നു. പിന്നെ നമുക്കൊരു ക്ലോക്ക് എടുക്കാം, ഈ ഒരു ക്ലോക്ക് എടുത്തോട് കൊടുക്കാം. ഓക്കെ, അപ്പം ഏതാണ്ട് അങ്ങനെ നമുക്ക് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ക്രിയേറ്റിവിറ്റി അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു വിഡ്ജറ്റ്സിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ ഓപ്പൺ ഇൻസ്റ്റാഗ്രാം ആപ്പ് എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഐഫോണിൽ ആ ഒരു ആപ്പ് എടുത്താൽ മാത്രമേ ഉള്ളൂ ഇവിടെ ആ ഒരു കണ്ടന്റ് വരുള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉള്ളത്, ഇങ്ങനെ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്ത് പിടിച്ചാലും ഇതിനകത്ത് ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു കണ്ടന്റ് ഒന്നും ലോഡ് ആവുന്നില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നത് ബഗ് ആയിട്ടിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വിഷയമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷനിൽ വിഡ്ജറ്റ്സ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊരു മെയിൻ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വാൾപേപ്പറാണ്. ഓക്കെ, കസ്റ്റമൈസേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇപ്പോൾ വാൾപേപ്പേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ സെറ്റിങ്സിലേക്ക് വന്നിട്ട് വാൾപേപ്പേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡബിൾ ടാപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് വാൾപേപ്പർ ഉണ്ട്. ഏതെടുത്താലും ഒരു സ്ഥലത്തേക്കാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പുതിയ കുറച്ച് എന്താ പറയുക വിൻഡോ കാണാൻ പറ്റും. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു മറ്റേ ആ ഒരു 30ൽ വന്നിട്ടുള്ളത്. 30ൽ മെയിനായിട്ടും ഈ ഒരു ഡൈനാമിക് വാൾപേപ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാൾപേപ്പർ ഉണ്ടല്ലോ, ഇത് പുതിയതായിട്ട് വന്നതാണ്. പിന്നെ ഇവിടെ നിന്നിട്ട് ഈ വെഞ്ചൂർ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാം ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. പിന്നെ ഈ ഒരു ലാൻഡ്സ്കേപ്പ്, സിറ്റിസ്കേപ്പ്, അണ്ടർ വാട്ടർ, എർത്ത് ഇതൊന്നും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഷഫിൾ ഏരിയസും നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിവിടെ എന്താ വെറൈറ്റി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് വാൾപേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പർ യൂസ് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ട്വിസ്റ്റ് ഉള്ളത് ലോ സ്ക്രീനിൽ എടുത്ത് നിങ്ങൾക്ക് ഇതുപോലെ ആ ഒരു വാൾപേപ്പർ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാ വാൾപേപ്പേഴ്സും നമുക്ക് ഇതുപോലെ ലൈവായിട്ട് ഓടിക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു ലോക്ക് സ്ക്രീനിൽ. പിന്നെ പറയാൻ പറ്റുമ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ലോക്ക് സ്ക്രീൻ. ഒരു macOS 13 നമുക്ക് ഇങ്ങനെയല്ലായിരുന്നു മറ്റേ ആ ഒരു ലോക്ക് സ്ക്രീനൊക്കെ വന്നത്. ഈ ക്ലോക്ക് ഇങ്ങനെ വലിയ രീതിയിൽ ഉണ്ടായില്ല. നമ്മുടെ പ്രൊഫൈലിൽ നടുക്ക് വരും, അതിൻ്റെ ഇടയിൽ പാസ്വേഡ് അടിക്കാൻ പറയുമായിരുന്നു. അങ്ങനത്തെ ഒരു മിനിമൽ സെറ്റപ്പ് ആയിരുന്നു. അപ്പം ഏകദേശം വിൻഡോസ് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലോക്ക് ചെയ്ത് വീണ്ടും വരുവാണെങ്കിൽ അത് പതിയെ സ്റ്റോപ്പായിട്ട് നിൽക്കും. അതാണ് ഈ ഒരു വാൾപേപ്പറിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ വാൾപേപ്പേഴ്സ് ഞാൻ പറഞ്ഞ പോലെ ഈ ലാൻഡ്സ്കേപ്പ് അതുപോലെ തന്നെ സിറ്റിസ്കേപ്പ് ഒക്കെ ആ ഒരു ടൈപ്പ് വാൾപേപ്പറാണ്. നിങ്ങൾക്ക് താഴെ ഇവിടെ ലോഗോ കാണാൻ പറ്റും, ആ ഒരു യൂട്യൂബ് ഐക്കൺ പോലെ പ്ലേ ബട്ടൺ, ആ ഒരു ഐക്കൺസ് ഒക്കെ ഉള്ള എല്ലാ വാൾപേപ്പേഴ്സും ലൈവാണ്. ഇനി മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഗെയിമിംഗ് മോഡാണ്. ഇതുവരെയും നമുക്ക് macOSൻ്റെ ഓരോ OSൽ പോലും ഗെയിമിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡ് ഉണ്ടായില്ല. പക്ഷേ ഇത് 40 നമുക്ക് ഗെയിമിംഗ് മോഡ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഗെയിമാണ്.
ഇവിടെ ആപ്പ് സ്റ്റോറിൽ ഉണ്ടായിരുന്ന ഒരു ഗെയിമാണ് ഇത് എന്താ ഗ്രാൻഡ് മൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു ഗെയിം ഫുൾ സ്ക്രീൻ എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഗെയിമിംഗ് മോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഒരു ക്വിക്ക് പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു കൺസോളിൻ്റെ ഒക്കെ ഐക്കൺ നിങ്ങൾക്ക് ഇവിടെ ടേൺ ഓഫ് ചെയ്യാൻ പറ്റും. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആ ഒരു ഗെയിമിംഗ് സെക്ഷൻ അടിപൊളിയാക്കാനായിട്ട് ഗെയിമിന് മാത്രം ആ ഒരു എന്താ പറയുക റാമും കാര്യങ്ങളൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സെറ്റപ്പാണ്. ഓക്കെ, ഇത്ര നാൾ നമുക്ക് ഈ macOS ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രെഡിക്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചറാണ്. വേറെ ഒന്നുമില്ല, നമ്മളിപ്പം ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ബാക്കി ടൈപ്പ് ചെയ്യുന്ന പരിപാടി. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഒരു നോട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്യാൻ നോക്കുവാണ്. കണ്ടോ, സബ്സ്ക്രൈബ് എന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇവിടെ സബ്സ്ക്രിപ്ഷൻ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു പ്രെഡിക്റ്റീവ്നെസ്സിനാണ് മെയിനായിട്ടും ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ നിങ്ങൾ iOS 17 യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഐഫോൺസിലും ഈ ഒരു ഫീച്ചർ ഉണ്ട്. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾ iOS 17 ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടെന്നൊക്കെ പറഞ്ഞൊരു ടെൻഷനിലാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഞാൻ iOS 17ൻ്റെ ആ ഒരു ഓവർവ്യൂ ആണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫീച്ചറാണ്. അതാണ് സഫാരിയിലെ ആ ഒരു പ്രൊഫൈൽസ്. ആപ്പിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സഫാരിയാണ് അതിൻ്റെ പ്രീ ഡിഫോൾട്ട് ആയിട്ടുള്ള ആ ഒരു ബ്രൗസർ എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇതുവരെ നമുക്ക് ആ ഒരു പ്രൊഫൈൽസ് എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. മെയിനായിട്ടും വേറെ ഒന്നുമില്ല, നമുക്ക് ഇതിനകത്ത് പല പ്രൊഫൈൽസ് യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ വർക്കിനാണെങ്കിൽ വർക്കിന് വേണ്ടി മാത്രം ഒരു പ്രൊഫൈൽ സെറ്റ് ചെയ്യാം. അപ്പം അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ഒക്കെ അതിനകത്ത് ലോഗിൻ ചെയ്ത് വയ്ക്കാം. അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ളൊരു സെറ്റപ്പ് ആണെങ്കിൽ പേഴ്സണൽ രീതിയിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെയും അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് അതിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഈ രണ്ട് പ്രൊഫൈലും ഡിഫറൻ്റ് ആയിരിക്കും. അതായത് നിങ്ങളിപ്പം വർക്കിൽ സൈൻ ചെയ്തിട്ടുള്ള അക്കൗണ്ടൊന്നും ഈ ഒരു പ്രൊഫൈലിൽ സൈൻ ചെയ്തിട്ടുള്ള അക്കൗണ്ടൊന്നും വർക്കിലും കാണാൻ പറ്റില്ല. അപ്പോൾ അത് സെറ്റപ്പ് ചെയ്യാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ സഫാരി ഓപ്പൺ ചെയ്യുക, സഫാരിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് സെറ്റിങ്സ് കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഇതുപോലെ പ്രൊഫൈൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ആ ഒരു പ്രൊഫൈൽസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ 3 പ്രൊഫൈൽസ്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്, പേഴ്സണലാണ് ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള പേരോ ഐക്കണോ കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനാണ്. അപ്പോൾ അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫേസ് ടൈമിലാണ്. അതായത് നിങ്ങളിപ്പം മെയിനായിട്ട് മാക്ബുക്ക് ഒക്കെ എടുക്കുന്ന ഒരു വർക്ക് റിലേറ്റഡ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ വെബ് ക്യാമും വീഡിയോ കോളൊക്കെ മെയിൻ ആയിരിക്കും. അപ്പോൾ അത് ഇത്തിരികൂടിയും ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയുള്ള ഒരു ഫീച്ചറാണ് ഈ ഒരു ഫേസ് ടൈമിലുള്ള ഫീച്ചർ. ഫേസ് ടൈം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഫേസ് ടൈം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലാണ് വരാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മേളിൽ ആ ഒരു വീഡിയോ ഐക്കൺ കാണാൻ പറ്റും. ഇത് മെയിനായിട്ടും ഈ ഒരു 40ൽ പുതിയതായിട്ട് വന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റിയാക്ഷൻസ് എന്ന്. ഓക്കെ, ഈ റിയാക്ഷൻസ് ഇവിടെ ഓൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ആരോ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നുകിൽ മാനുവലായിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം ഓട്ടോമാറ്റിക്കലി വരുന്നത് ഇപ്പം ഈ ഒരു തംസപ്പ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ, അപ്പോൾ ഇത് ക്രിയേറ്റ് ആയി വരാൻ കുറച്ച് സമയം എടുക്കും, പക്ഷേ സംഭവം വർക്കിംഗ് ആണ്. ഇപ്പം ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ സംഭവം വരുന്നുണ്ട്, പക്ഷേ ഇപ്പം വേറൊരു സാധനം വെച്ചാൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പടക്കം പൊട്ടിയതാണ്, നൈസ് എഫക്റ്റാണ്. ഓക്കെ, ഇതിപ്പം ലൈവ് വീഡിയോ കോളിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമായിരിക്കും. പിന്നെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കണ്ടോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതൊരു ഞാൻ പറഞ്ഞ പോലെ ലൈവ് ഇൻറ്ററാക്ഷൻസിന് സമയത്ത് ഇത് നൈസായിരിക്കും. പിന്നെ മാനുവലായിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ തംസപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തംസപ്പ് വരും, പക്ഷേ തലതിരിഞ്ഞ് പോയി കുഴപ്പമില്ല. ലവ് ഇവിടെ സിമ്പിൾ വയ്ക്കുക. ലവ് ഇങ്ങനെ കേട്ടോ, ലവ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ അകത്ത് കൂടെ വരുന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം. ഓക്കെ, കൈയുടെ അകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ കുറച്ച് എഫക്ട്സും കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ ഒരു എന്താ പറയുക മറ്റേ മേഘം സിമ്പിൾ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓ കൊള്ളാം. പിന്നെ പടക്കം പൊട്ടിക്കൽ, ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. പിന്നെ എന്താ ലേസർ. ഓക്കെ, കണ്ടോ, DJ പാർട്ടി അങ്ങനെ സെറ്റപ്പ്. പിന്നെ ഇത് പടക്കം പൊട്ടിക്കൽ. അപ്പോൾ ഇങ്ങനെയാണ് ഫേസ് ടൈമിലെ ആ ഒരു സംഭവങ്ങൾ. ഇനിയിപ്പോൾ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് പേഴ്സണൽ വോയിസ് എന്നുള്ളൊരു ഫീച്ചറാണ്. അതായത് നമ്മളുടെ വോയിസ് തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് പറയിപ്പിക്കുന്ന പരിപാടി. അപ്പോൾ അതിനായിട്ട് അവർ ഫസ്റ്റ് കുറച്ച് എന്താ പറയുക വേർഡ്സൊക്കെ അവർ സെലക്ട് ചെയ്ത് നമ്മളോട് പറയും. അത് മെയിനായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വോയിസ് വെച്ച് ആ ഒരു വോയിസ് ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിനായിട്ട് അവർ കുറച്ച് പാരാഗ്രാഫും കാര്യങ്ങളൊക്കെ തരും, അത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ഓഡിയോ വരും. ഇപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് ചെയ്യാനത് താല്പര്യം ഉണ്ടെങ്കിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അക്സസിബിലിറ്റിയിൽ വരാം. അക്സസിബിലിറ്റി ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ പേഴ്സണൽ വോയിസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ക്രിയേറ്റ് ചെയ്യ പേഴ്സണൽ വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഒതൻറ്റിക്കേഷനും കൂടെ കൊടുക്കുക. പിന്നെ എന്താ പറയുക, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 150 വേഴ്സ് ഒച്ചത്തിൽ പറഞ്ഞു കൊടുത്താൽ മതി. നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇൻ ദ ഫീൽഡ് ഓഫ് കെമിക്കൽ ഫിസിക്സ് അപ്പോൾ ഞാൻ കുറേ അങ്ങനെ പറഞ്ഞു നോക്കി. അപ്പോൾ ഇനിയും 118 വേഴ്സസും കൂടി എനിക്ക് പറയണം. ഓക്കെ, അപ്പോൾ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല.
അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ആ ഒരു macOS സൊണോമയിൽ നിങ്ങളുടെ വോയിസ് ട്രെയിൻ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ആ ഒരു macOS സൊണോമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കുറേ ഫീച്ചേഴ്സ്. ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ അത് മെയിനായിട്ടും നമ്മൾ യൂസർ എന്ന നിലയ്ക്ക് അത്ര ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ല. മെയിനായിട്ടും അത് ഇത്രയും കൂടിയും ഇൻബിൽട്ട് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്, നമുക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ല. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് കുറേയധികം ഫീച്ചേഴ്സ് അറിയാമെങ്കിൽ, നിങ്ങൾ പ്രോ ആണെങ്കിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് ബാക്കി എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പൊളിയായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ macOSലേക്ക് നിങ്ങൾ പുതിയതായിട്ട് വരാൻ നോക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ macOS പാടാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ട് ബാക്കി പറ. ഓക്കെ, അപ്പോൾ എന്തായാലും